സലഫുകൾ പലരും പറഞ്ഞതുപോലെ അള്ളാഹു നീ ചെയ്ത നന്മക്ക് ചിലപ്പോൾ നിൻ്റെ 7 തലമുറയിൽ ഖൈറും ബറക്കത്തും നൽകിയേക്കും. ഈ ഒരാൾ ചെയ്യുന്ന നന്മയുടെ കാരണത്താൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകൾക്ക് വേണ്ടി ദുആ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അൻസാർ, അല്ലാഹു അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണേ. വലി അബ്നായിൽ അൻസാർ, അൻസാറുകളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. വലി അബ്നായിൽ അൻസാർ, അൻസാറുകളുടെ മക്കളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ. ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞു അന്ത്യനാൾ വരെയുള്ള അൻസാറുകൾക്ക് ഇത് ബാധകമാണ് എന്ന്. അൻസാറുകളുടെ പരമ്പരകൾക്ക് ഈ മഗ്ഫിറത്തിൻ്റെ ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ബാധകമാണ് എന്നത്. മഗ്ഫിറത്തിന് യോജിച്ച രൂപത്തിനാണോ ജീവിച്ചത്, മുസ്ലിമാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അവർക്ക് ബാധകമാണ്. മുൻഗാമികളുടെ ഖൈർ അവർക്ക് കിട്ടിയത് നോക്കൂ. സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ 2 യതീമുകളുടെ കഥ? അവരുടെ വീഴാറായ ഒരു ചുമര്, ഒരു മതിൽ മൂസാ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും കൂടി കെട്ടിക്കൊടുത്തു. ഖദർ അത് തൻ്റെ വിരൽ കൊണ്ടൊന്ന് തൊട്ടേ ഉള്ളൂ, അപ്പോൾ അത് നേരെയായി എന്നാണ് തഫ്സീറുകളിലുള്ളത്. അവർ അത് കെട്ടിക്കൊടുത്തു എന്ന് ഖുർആനിൽ കാണാം. എന്തിനായിരുന്നു അത്? മൂസാ അലൈഹിസ്സലാം ചോദിച്ചു, ഈ നാട്ടുകാർ നമ്മൾ വന്നിട്ട് ഒരു നിലക്കും പരിഗണിക്കാത്ത, ഭക്ഷണമോ ഒരു ആതിഥ്യമോ അരുളാത്ത ഈ നാട്ടുകാർക്ക് എന്തിനാണ് ചെയ്തു കൊടുത്തത്? ഇതിനൊരു പ്രതിഫലം വാങ്ങിയിരുന്നെങ്കിൽ എന്ന് മൂസാ അലൈഹിസ്സലാം ചോദിച്ചു. ഖദർ പറഞ്ഞു, അല്ല, ഇത് വമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമ. അത് 2 യതീമുകളുടേതായിരുന്നു, ഈ പട്ടണത്തിലെ 2 യതീമുകളുടെ. അതിനടിയിൽ ഒരു നിധിയുണ്ട്, അവർക്ക് പിന്നെ കിട്ടും. അത് ചുമരിടിഞ്ഞു വീണാൽ അത് അവർക്ക് കിട്ടിയേക്കില്ല. എന്നിട്ട് അതുകൊണ്ടാണ് ഞാനത് കിട്ടിക്കൊടുത്തത്. എന്നിട്ട് കാരണം എന്താണ് പറഞ്ഞത്? വകാന അബൂഹുമാ സാലിഹ, ആ 2 പേരുടെ പിതാവ് സാലിഹ ഒരു മനുഷ്യനായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവരുടെ സലാഹിനെ കുറിച്ചല്ല പറഞ്ഞത്, അവരുടെ പിതാവിൻ്റെ. തഫ്സീറുകൾ കാണാം അതവരുടെ നേരെ പിതാവായിരുന്നില്ല, മറിച്ച് തലമുറയിലൊരു പിതാവായിരുന്നു. അല്ലാഹു അക്ബർ. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നന്മകൾ ചെയ്യുമ്പോൾ മക്കളെ ഓർക്കുക, കുറേ അത് ചെയ്യാൻ അത് സഹായിക്കും. തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോഴും അവനവൻ്റെ മക്കളെ ആലോചിക്കുക, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് സഹായിച്ചേക്കും. തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഹലാലായ ഏത് വഴിയും നിനക്ക് സ്വീകരിക്കുക, അത് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മക്കൾക്ക് വേണ്ടി ഞാനത് ഉപേക്ഷിച്ചതായി പോകും, അങ്ങനത്തെ വിശ്വാസമൊന്നും ആവശ്യമില്ല. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നിനക്ക് എന്താണോ പ്രേരകമാകുന്നത് അത് പിടിച്ചേക്കുക, തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് കാര്യം. എന്തോർത്തിട്ടായാലും. കാരണം അതിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും മാറി നിൽക്കാൻ തൗഫീഖ് ചെയ്തേക്കും.